വലിയ നോമ്പിലാണ് നമ്മൾ. ഇന്നേ ദിനം നമുക്ക് തിരുസഭാ മാതാവ് വിചിന്തന വിഷയമായി തന്നിരിക്കുന്നത് ഗിരിപ്രഭാഷണത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ തീരെ ചെറുതായിരുന്നപ്പോൾ ചെറിയ വേദോപദേശ പുസ്തകത്തിലെ 32 നമസ്കാരങ്ങൾ പഠിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ഒരു നമസ്കാരമാണ് പ്രധാന പുണ്യപ്രവൃത്തികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നോമ്പ്, ദാനധർമ്മം, പ്രാർത്ഥന. ഈ 3 കാര്യങ്ങളാണ് പ്രധാന പുണ്യപ്രവൃത്തികളായിട്ട് സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് അത് തന്നെയാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. ഇത് 3 തലങ്ങളിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നോമ്പ് അല്ലെങ്കിൽ ഉപവാസത്തെക്കുറിച്ചാണ്. അത് നമുക്ക് നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിഹനിക്കാനായിട്ടും നിയന്ത്രിക്കാനായിട്ടും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ നോമ്പ് കാലത്തിൽ നമ്മളെല്ലാവരും നോമ്പെടുത്ത് ഭക്ഷണ സാധനങ്ങൾക്ക് മാത്രമല്ല, ഇഷ്ടമുള്ള പല കാര്യങ്ങൾക്കും നോമ്പെടുത്ത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ കുറെ കൂടി നന്മയും വിശുദ്ധിയും ഉണ്ടാകാൻ ഇത് നമ്മളെ സഹായിക്കും. രണ്ടാമത്തേത് ദാനധർമ്മമാണ്. അത് നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരെ പല രീതിയിൽ സഹായിക്കാനൊക്കെ ആയിട്ട് ഈ ദാനധർമ്മം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ അത്തരം പ്രവൃത്തികളിലും, അത് നോമ്പുകാലത്ത് മാത്രമല്ല, ജീവിതത്തിലെ മറ്റ് സമയങ്ങളിലും നമ്മൾ ദാനധർമ്മത്തിൽ വളരെ താല്പര്യപൂർവ്വം പങ്കുചേരുന്നവരാണ്. ദൈവമനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരുത്തരെയും വ്യത്യസ്തരായിട്ടാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്, ഒരുപാട് വ്യത്യസ്തതകളുണ്ടെങ്കിലും കഴിവിലും മറ്റെല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തരാണെങ്കിലും ഒരു കാര്യം മാത്രം ദൈവം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. അത് സമയമാണ്. എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ആ സമയം നമുക്ക് ദാനമായിട്ട് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുക, അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മറ്റ് സാമ്പത്തികമായിട്ടും നമ്മുടെ കഴിവുകളും നമ്മുടെ അറിവും നമ്മുടെ സമ്പത്തൊക്കെ ദാനം ചെയ്യുക പ്രധാനപ്പെട്ടതാണെങ്കിലും സമയം കൂടി വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണാനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്കൊക്കെ നമ്മുടെ സമയം ദാനമായിട്ട് നൽകാനും നമുക്ക് കഴിയണം. അത് സഹോദരങ്ങളുമായി ബന്ധത്തിൽ നമ്മളെ വളർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദാനധർമ്മം. മൂന്നാമത്തേത് പ്രാർത്ഥനയാണ്. അത് ദൈവ മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യത്തേത് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് നമ്മോട് തന്നെയുള്ള ബന്ധത്തിലും, ദാനധർമ്മം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ, പ്രാർത്ഥന നമ്മെ ദൈവവുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ കൂടുതൽ ആഴപ്പെടുത്തുന്നു. ആ കാര്യത്തിലും പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴി തുടങ്ങിയുള്ള ഭക്താഭ്യാസങ്ങൾ നമ്മുടെ വലിയ നോമ്പിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കൂടുതൽ ദൈവത്തിലേക്ക് വളരാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ ചേട്ടനച്ഛൻ പണ്ടൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഇപ്രകാരമാണ് അച്ഛൻ പറഞ്ഞത്: നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ പ്രവൃത്തികളാണ്. നമ്മൾ പല കാര്യങ്ങൾ നിരന്തരം ദൈവത്തോട് ആവശ്യപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം ചിലതിന് ലഭിക്കാറുണ്ട്, ചിലതിന് ലഭിക്കാറില്ല. പക്ഷേ എല്ലാ പ്രാർത്ഥനകളുടെയും ഉത്തരം ആരുടെയൊക്കെയോ പ്രവൃത്തികളാണ്. ആരുടെയൊക്കെയോ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കും. അത് ഒന്നാമത്തേത് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്, രണ്ടാമത്തേത് മറ്റുള്ളവരുടെ പ്രവൃത്തികളാണ്, മൂന്നാമത്തേത് നമ്മുടെ തന്നെ പ്രവൃത്തികളാണ്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് നമുക്കൊരു അസുഖം വരുന്നു, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ അസുഖം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നേരിട്ട് ഇടപെട്ട് നമ്മുടെ രോഗത്തിന് നമുക്കൊരു സൗഖ്യം തരുന്ന സ്ഥിതിവിശേഷങ്ങൾ, സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിന് നമ്മൾ അത്ഭുതം എന്നാണ് വിളിക്കാറ്. സുവിശേഷങ്ങളിലും അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, രോഗശാന്തി അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് വളരെ 100-ൽ ഒരു 10% നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത്രയും ശതമാനം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ നേരിട്ടുള്ള പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് വളരെ അപൂർവമാണ്. പക്ഷെ കൂടുതൽ പേരും നമ്മൾ മറ്റുള്ളവരുടെ പ്രവൃത്തികളെ ഈ അത്ഭുതമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. ഈ ഉദാഹരണം തന്നെ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അസുഖം മാറണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ചികിത്സിക്കുന്നു, ആവശ്യമായ മരുന്ന് കഴിക്കുന്നു, നമ്മുടെ രോഗത്തിന് സൗഖ്യം കിട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലൂടെ ദൈവം ഇടപെടുകയാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയാണ്. മൂന്നാമതൊരു തലം കൂടിയുണ്ട്, അത് നമ്മുടെ പ്രവൃത്തികളാവും. ചിലപ്പോൾ ചില അസുഖങ്ങൾ വരുമ്പോൾ ഈ ഉദാഹരണം വെച്ച് തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, നമ്മുടെ ചില പ്രവൃത്തികൾ നമ്മുടെ അസുഖം മാറാൻ കാരണമാവും. മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓരോ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറയുന്നത് ഈ 3 തലങ്ങളിൽ ഒന്നോ അതിലധികമോ തലങ്ങളിൽ സംഭവിക്കേണ്ട ഒന്നാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ടോ നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രവൃത്തിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രവൃത്തിയായിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത്. ഇത് നമ്മൾ ആരും മറന്നു പോകരുത്. ഈ 3 തലങ്ങളും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ
നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു പലരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് നമ്മുടെ ജീവിതം കൂടി മാറണമെന്നാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പലതിനും ഉത്തരമാവാൻ നമ്മുടെ എളിയ ജീവിതങ്ങൾക്ക് ശേഷിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയും. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരുടെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ഈ നോമ്പുകാലം കുറെ കൂടി ഫലദായകമാക്കാൻ പ്രധാന പുണ്യപ്രവർത്തികളിലൂടെ, നോമ്പ്, പ്രാർത്ഥന, ദാനധർമ്മത്തിലൂടെ, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി മാറുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.